നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിൽ 216-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടി ശ്രീമതി ശ്രീവിദ്യയെക്കുറിച്ചിട്ടാണ്. അവരെ ഞാൻ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പുതിയ സ്റ്റുഡിയോയിലെ ഒരു സെറ്റിൽ വെച്ചായിരുന്നു. ഒരു സായം സന്ധ്യയിൽ ശ്രീ കുഞ്ചാക്കയും പ്രേംനസീറും KP ഉമ്മറും കടുവാകുളം ആൻ്റണിയും സുമിത്രയും അങ്ങനെ നിരവധി കലാകാരന്മാർ പങ്കെടുത്ത ഒരു രംഗത്തിൻ്റെ ചിത്രീകരണ വേളയിലാണ് ഞാൻ ആദ്യമായി ശ്രീവിദ്യയെ നേരിൽ കാണുന്നത്. അന്ന് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ചെന്ന് കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു 35-40 മിനിറ്റോളം സിനിമയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചത് വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ട്രിവാൻഡ്രം ടു ചെന്നൈയിലേക്ക് അവർ പോകുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണ സമയത്താണെന്ന് തോന്നുന്നു. ഇവരും നടൻ മണിയമ്പിള്ള രാജുവും മറ്റു ചില ആർട്ടിസ്റ്റുകളുമൊക്കെ ആയിട്ട് മദ്രാസ് ഫ്ലൈറ്റിൽ പോകാൻ നിൽക്കുമ്പോൾ ഞാൻ ട്രിവാൻഡ്രം ടു ചെന്നൈ, അവിടെ നിന്ന് കുവൈറ്റ് എയർവേസിൽ ദോഹയിലേക്ക് പോകാനായി ചെന്നതാണ്. ഭാഗ്യമെന്ന് പറയട്ടെ, ട്രിവാൻഡ്രം ടു ചെന്നൈ ഫ്ലൈറ്റിൽ എൻ്റെ അടുത്ത സീറ്റിൽ ഇരുന്നത് ശ്രീവിദ്യാമ്മയായിരുന്നു. അവരുമായി സിനിമയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ കുറേയേറെ നേരം സംസാരിച്ചു. എന്നെ അതിശയപ്പെടുത്തിയത് മേക്കപ്പ് ഇല്ലാതെ വരുമ്പോൾ വട്ടമുഖമുള്ള ശ്രീവിദ്യാമ്മ, മേക്കപ്പൊന്നും അന്നില്ലായിരുന്നു. പക്ഷെ അത്ര ഭയങ്കര സൗന്ദര്യം എനിക്ക് തോന്നിയില്ല. പക്ഷേ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ദൈവമേ എന്ന് നമ്മൾ വിളിച്ചു. അത്രമാത്രം സൗന്ദര്യ നിറഞ്ഞു തുളുമ്പിയ ഒരു സ്ത്രീരത്നമായിരുന്നു അവർ. നല്ല പെരുമാറ്റം, നല്ല വിനയം, അവരെക്കുറിച്ച്